നമസ്കാരം, ഞാൻ റെജിമോൻ ഡേവിഡ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം. ഇന്ന് നമ്മൾ ആദ്യ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായ ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന പാഠമാണ് നോക്കുന്നത്. ഇത് ഒരു ടിപ്പണിയാണ് അഥവാ ആസ്വാദൻ ടിപ്പണിയാണ്. ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന കവിതയെ അടിസ്ഥാനമാക്കിയുള്ള ആസ്വാദൻ ടിപ്പണി. കവിത തയ്യാറാക്കിയിരിക്കുന്നത് വിനോദ് കുമാർ ശുക്ല എന്ന കവിയാണ്. ഈ കവിതയ്ക്ക് ആസ്വാദൻ ടിപ്പണി തയ്യാറാക്കിയിരിക്കുന്നത് നരേഷ് സക്സേന. ജന്മ 16 ജനുവരി 1931, ഗ്വാളിയർ, മധ്യപ്രദേശ്. ഇപ്പോൾ നരേഷ് സക്സേന ജനിച്ചത് 1931 1931 ജനുവരി 16, അതായത് 1931 ജനുവരി 16 മധ്യപ്രദേശിലെ ഗ്വാളിയറിൽ. നരേഷ് സക്സേന സമകാलीन ഹിന്ദി സാഹിത്യ ക്ഷേത്രക്കെ വിലക്ഷൺ കവി. നരേഷ് സക്സേന ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഹിന്ദി മേഖലയിലെ ഏറ്റവും പ്രത്യേകതയുള്ള കവിയാണ്. അതായത് വളരെ വിശേഷതയുള്ളതായ കവിയാണ്. വിലക്ഷൺ എന്നുള്ളതിൻ്റെ അർത്ഥം പ്രത്യേകതയുള്ള, വിശേഷതയുള്ള എന്നൊക്കെ अर्थम. संप्रति कविताओं के अतिरिक्त नाटक, फिल्म, संपादन के क्षेत्र में भी आप सक्रियता से महत्वपूर्ण कार्य करते रहते हैं. संप्रति എന്നുള്ളതിൻ്റെ അർത്ഥം ഇപ്പോൾ. ഇപ്പോൾ കവിതാവും കെ അതിരിക്ത്, കവിതകളെ കൂടാതെ, കെ അതിരിക്ത് എന്നുള്ളതിൻ്റെ അർത്ഥം കൂടാതെ, നാടക്, ഫിലിം, സമ്പാദൻ കെ ക്ഷേത്രമേ ഭി സക്രിയത സെ, അതായത് നാടക രചനയും അതുപോലെ തന്നെ ഫിലിം ഡയറക്ഷൻ, അതുപോലെ സമ്പാദൻ, പ്രസാധനം, പുസ്തക പ്രസാധനം, ഈ മേഖലകളിലൊക്കെ, ക്ഷേത്ര എന്നുള്ളതിൻ്റെ അർത്ഥം മേഖല, ഈ മേഖലകളിലൊക്കെ അദ്ദേഹം സക്രിയത സേ, വളരെ ആക്റ്റീവായി, മഹത്വപൂർണ്ണ കാര്യകർത്തരേതി, വളരെ മഹത്വപൂർണമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സമുദ്ര പർ ഹോ രഹി ഹേ ബാരിഷ് കവിതാ സംഗ്രഹ്. ഇദ്ദേഹം എഴുതിയിട്ടുള്ള കവിതാ സമാഹാരത്തിൻ്റെ പേരാണ് സമുദ്ര പർ ഹോ രഹി ഹേ ബാരിഷ്. അതുപോലെ ആത്മീക ആ നാടക്, അദ്ദേഹം എഴുതിയിട്ടുള്ള നാടകത്തിൻ്റെ പേരാണ് ആദി ആപ്കി പ്രമുഖ രചനായ് ഹെ. ആദി മീൻസ് എക്സെട്ര, മുതലായവ. സമുദ്ര പർ ഹോ രഹി ഹേ ബാരിഷ്, ആത്മീക ആ മുതലായവയാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള രചനകൾ. സാഹിത്യ കെ ലിയേ ആപ്കോ 2000 का പെഹൽ സമ്മാൻ മിലാ ഹെ. അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനയെ അടിസ്ഥാനമാക്കി അദ്ദേഹത്തിന് 2000 ആണ്ടിൽ പെഹൽ സമ്മാൻ എന്ന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. തഥാ, തഥാ മീൻസ് और ആൻഡ്. നിർദ്ദേശൻ കെ ലിയേ 1992 में രാഷ്ട്രീയ ഫിലിം പുരസ്കാർ ഭി. ഡയറക്ഷനെ അടിസ്ഥാനമാക്കി 1992 നാഷണൽ ഫിലിം അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അടുത്തത് വിനോദ് കുമാർ ശുക്ല. ജന്മ 1 ജനുവരി 1937 മധ്യപ്രദേശ്. മധ്യപ്രദേശിൽ 1937 ജനുവരി 1 തീയതിയാണ് വിനോദ് കുമാർ ശുക്ല ജനിച്ചത്. ആപ് സമകാലീൻ ഹിന്ദി സാഹിത്യ ക്ഷേത്രമേ കവി ഓർ കഥാകാർ കെ ക്ഷേത്രമേ വിഖ്യാത് ഹെ. ആപ് എന്നുള്ളതിന് പകരം വേ എന്നും കൊടുക്കാം. ആപ്, താങ്കൾ, അദ്ദേഹം എന്നിങ്ങനെ അർത്ഥമുണ്ട്. അദ്ദേഹം സമകാലീൻ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ളതായ ഹിന്ദി സാഹിത്യ ക്ഷേത്രം, ഹിന്ദി സാഹിത്യ മേഖലയിൽ കവി और കഥാകാർ കെ രൂപമേ, കവി എന്ന രീതിയിലും കഥാകൃത്ത് എന്ന രീതിയിലും വിഖ്യാതനാണ്, പ്രസിദ്ധനാണ്. സബ് കുച്ച് ഹോനാ ബച്ചാ രഹേഗാ, വഹ ആദ്മി ചലാ ഗയാ, നയാ ഗരം കോട്ട് പഹൻകർ വിചാർ കി തരഹ്, ലഗ്ഭഗ് ജയ് ഹിന്ദ് ആദി ആപ്കെ കാവ്യ സംഗ്രഹം. ഇദ്ദേഹം എഴുതിയിട്ടുള്ളതായ പ്രധാനപ്പെട്ട രചനകളാണ്, അതായത് കാവ്യ സമാഹാരങ്ങൾ, കവിതാ സമാഹാരങ്ങളാണ്. കാവ്യസംഗ്രഹം എന്ന് വെച്ചാൽ കവിതാ സമാഹാരങ്ങൾ. കവിതാ സമാഹാരങ്ങളാണ് സബ് കുച്ച് ഹോന ബച്ചാ രഹേഗാ, വഹ ആദ്മി ചലാ ഗയാ, നയാ ഗരം കോട്ട് പെഹൻകർ വിചാർ കി തരഹ്, ലഗ്ഭഗ് ജയ് ഹിന്ദ് മുതലായവ. ഖിലേഗാ തോ ദേഖേംഗെ തഥാ ദീവാർ മേ ഏക് ഖിഡ്കി രഹതി ഥി ദോനോ ആപ്കെ ഉപന്യാസ്. ഈ ഖിലേഗാ തോ ദേഖേംഗെ എന്ന് പറയുന്നതും ദീവാർ മേ ഏക് ഖിഡ്കി രഹതി ഥി എന്ന് പറയുന്നതും അദ്ദേഹം എഴുതിയിട്ടുള്ളതായ ഉപന്യാസ് അഥവാ നോവലുകളാണ്. ഹിന്ദിയിൽ ഉപന്യാസ് എന്നുള്ളതിൻ്റെ അർത്ഥം നോവൽ. മധ്യപ്രദേശ് ശിഖർ സമ്മാൻ 1995 1995
മധ്യപ്രദേശ് ഗവൺമെൻറ് നൽകിയിരിക്കുന്നതായ ശിഖർ സമ്മാൻ, ശിഖർ അവാർഡ്, മെയ്ഥിലി ശരൺ ഗുപ്ത രാഷ്ട്രീയ സമ്മാൻ 1996 1996 അദ്ദേഹത്തിന് മെയ്ഥിലി ശരൺ ഗുപ്ത ദേശീയ അവാർഡ് മുതലായവ നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. സമ്മാനിത് ഹോന എന്ന് വെച്ചാൽ ആദരിക്കുക. ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥ എന്ന കവിത നമുക്ക് ഒന്ന് നോക്കാം. ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥ എന്നുള്ളതിൻ്റെ അർത്ഥം നിരാശയോടുകൂടി ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു. ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥ, വളരെ നിരാശയോടുകൂടി ഒരു വ്യക്തി ഇരിക്കുകയായിരുന്നു. വ്യക്തിക്കോ മേ നഹി ജാൻതാ ഥ, വ്യക്തിയെ എനിക്കറിയില്ലായിരുന്നു. ജാന്ന അറിയുക എന്നർത്ഥം. ഹതാശക്കോ ജാൻതാ ഥ, കവി പറയുകയാണ് വ്യക്തിയെ എനിക്കറിയില്ലായിരുന്നു, പക്ഷേ സങ്കടം അറിയാമായിരുന്നു. അയാൾ സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന് അറിയാമായിരുന്നു. ഇസ്ലിയെ മേ ഉസ് വ്യക്തിക്ക് പാസ് ഗിയ, അതുകൊണ്ട് ഞാൻ ആ വ്യക്തിയുടെ അടുക്കിലേക്ക് പോയി. മേനെ ഹാത്ത് ബഠായ, ഹാത്ത് ബഠാന കൈ നീട്ടുക. മേനെ ഹാത്ത് ബഠായ, ഞാൻ കൈ നീട്ടി. മേരാ ഹാത്ത് പക്കട്കർ വ ഖടാ ഹുവ, ഹാത്ത് പക്കട്കർ കൈ പിടിച്ചുകൊണ്ട്, ഖടാ ഹോന എഴുന്നേൽക്കുക. മേരാ ഹാത്ത് പക്കട്കർ വ ഖടാ ഹുവ, എൻ്റെ കൈ പിടിച്ചുകൊണ്ട് അയാൾ എഴുന്നേറ്റു. മുജേ വഹ് നഹി ജാൻതാ ഥ, എന്നെ അയാൾക്കറിയില്ലായിരുന്നു. മേരെ ഹാത്ത് ബഠാനേക്കോ ജാൻതാ ഥ, പക്ഷേ ഞാൻ കൈ നീട്ടിയത് എന്തിനാണെന്ന് അറിയാമല്ലോ. ഹാത്ത് ബഠാന കൈ നീട്ടുക. ഹം ദോനോ സാത്ത് ചലെ, സാത്ത് ചലന ഒരുമിച്ച് നടക്കുക. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നടന്നു. ദോനോ ഏക് ദൂസരേക്കോ നഹി ജാൻതേ ഥേ, രണ്ടുപേർക്കും പരസ്പരം അറിയില്ലായിരുന്നു. ഏക് ദൂസരേക്കോ പരസ്പരം. സാത്ത് ചലനേക്കോ ജാൻതേ ഥേ, പക്ഷേ ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു. പാഠത്തിൻ്റെ പേരിനോടൊപ്പം തന്നെ എഴുതിയിട്ടുണ്ട് വിനോദ് കുമാർ ശുക്ല की कविता पर नरेश सक्सेना की टिप्पणी. विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात है. വിനോദ് കുമാർ ശുക്ല തൻ്റെ സ്വാഭാവിക ശൈലിയോടൊപ്പം തന്നെ അതിന് പ്രത്യേക ചട്ടക്കൂട് ഒന്നും ഇല്ലാത്ത രീതിയിൽ കവിത തയ്യാറാക്കുന്നതിൽ विख्यातनाണ്. किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्पी की सिद्ध कवि की तरह भी दिखाई देते हैं. സ്വാഭാവികമായ അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായ ശൈലിയോടൊപ്പം തന്നെ ശില്പഭംഗി, വളരെ കാവ്യ ഭംഗിയുള്ള കവിതകൾ എഴുതുന്ന കവിയെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുക കൂടിയാണ് ഈ കവിതയിൽ കൂടി കാണപ്പെടാൻ സാധിക്കുന്നത്. ദിഖായി ദേന എന്ന് വെച്ചാൽ കാണപ്പെടുക എന്നർത്ഥം. കവിതയ്ക്ക് അർത്ഥ ഇത്തനെ സഹജ് और साफ है, ആർക്കും മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു കവിതയാണ് ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥ എന്ന് പറയുന്നത്. ഉനെ വ്യാഖ്യ കി ദർക്കാർ നഹി ഹെ, ദർക്കാർ എന്ന് വെച്ചാൽ ആവശ്യകത. അപ്പോൾ വ്യാഖ്യ വിശദീകരണം. അപ്പോൾ ഈ കവിതയെ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമേ ഇല്ല. ഉനെ വ്യാഖ്യ കി ദർക്കാർ നഹി ഹെ, सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कर देते हैं. വളരെ സിമ്പിളായിട്ടുള്ളതായ വരികൾ സ്വയം ആ വരികളുടെ അന്തസത്ത, മർമ്മ എന്നുള്ളതിൻ്റെ അർത്ഥം അന്തസത്ത അഥവാ ആശയം എന്താണ് എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നു. വ്യക്തിക്കോ മേ നഹി ജാൻതാ ഥാ, ഹതാശ കോ ജാൻതാ ഥാ. कहते हैं जानने की हमारी उस जानी पहचानी रूठी को तोड़ देते हैं. വ്യക്തിയെ എനിക്ക് അറിയില്ലായിരുന്നു, ഹതാശ കോ ജാൻതാ ഥാ, പക്ഷേ സങ്കടം അറിയാമായിരുന്നു. कहते हैं അങ്ങനെ പറയുന്നത് കൊണ്ട് വേ ജാനേ കി ഹമാരി ഉസ് ജാനി പെഹചാനി റൂഠി കോ തോട് ദേത്തെ ഹൈ, നമ്മൾക്ക് അറിയുക എന്നുള്ള നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ജാനി പെഹചാനി ശീലിച്ചു വരുന്ന, തിരിച്ചറിയുന്ന എന്നൊക്കെയുള്ള അർത്ഥം. അപ്പോൾ റൂഠി എന്നുള്ളതിൻ്റെ അർത്ഥം പാരമ്പര്യമായി അല്ലെങ്കിൽ സ്ഥിരമായി എന്നൊക്കെ അർത്ഥം. അപ്പോൾ പാരമ്പര്യമായി നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതായ കാര്യത്തെ തോട്യത്തെ തകർത്ത് കളയുകയാണ് ചെയ്യുന്നത്. അതായത് അറിയുക എന്നുള്ളതുകൊണ്ട് നമ്മൾ സാധാരണയായി മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് അടുത്ത ഭാഗത്തേക്ക് പറഞ്ഞിരിക്കുന്നത്. ജോ വ്യക്തിക്ക് നാം പതേ ഉമ്ര ഓഹ്ദെ യാ ജാതി സെ ജാനെ കോ ജോട്ടി. അപ്പോൾ നമ്മൾ ഈ വ്യക്തിയെ അറിയുമോ അല്ലെങ്കിൽ ഈ വ്യക്തിയെ അറിയുമോ എന്ന് ചോദിക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ അറിയാമെന്ന് പറയുന്നതിൽ നിന്ന് വ്യക്തിക്ക് നാം ഒരു വ്യക്തിയുടെ പേര്, പത അഡ്രസ്, ഉമ്ര വയസ്, അതുപോലെ ഓഹദ എന്ന് വെച്ചാൽ പദവി, ഔദ്യോഗിക സ്ഥാനം, യാ ജാതി അയാളുടെ ജാതി, യാ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ,
അപ്പോൾ നമ്മൾ ഒരു വ്യക്തിയെ അറിയുക എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഒന്നുകിൽ അയാളുടെ പേരറിയുക, അല്ലെങ്കിൽ അയാളുടെ അഡ്രസ്സ് അറിയുക, അല്ലെങ്കിൽ അയാളുടെ വയസ്സ് അറിയുക, അല്ലെങ്കിൽ അയാളുടെ പദവി എന്താണെന്ന് അറിയുക, അതുമല്ലെങ്കിൽ അയാൾ ഏത് ജാതിയാണെന്ന് അറിയുക. ഈ കാര്യങ്ങളോടൊക്കെ ആണ് നമ്മൾ ഈ ജാന്ന എന്ന പദത്തെ നമ്മൾ യോജിപ്പിക്കുന്നതെന്ന് പറയുക. യദി ഹം കിസി വ്യക്തി കോ ഉസ്കി ഹതാശ, നിരാശ, അസഹായത യാ സംകട്ട് സേ നഹി ജാനത്തെ തോ ഹം കുച്ച് നഹി ജാനത്തെ. എന്നാൽ നമ്മൾ ഒരു വ്യക്തിയുടെ സങ്കടം അല്ലെങ്കിൽ നിരാശ ഇതൊന്നും അറിയുന്നില്ല എങ്കിൽ നമ്മൾക്ക് അയാളെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് അർത്ഥം. സड़क पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते. റോഡിൽ മുറിവേറ്റ് കിടക്കുന്ന, സടക്ക് എന്നുള്ളതിൻ്റെ അർത്ഥം റോഡ്, ഘായൽ പടിന മുറിവേൽക്കുക. അപ്പോൾ റോഡിൽ മുറിവേറ്റ് കിടക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട്, അപരിചിതനായ ഒരു വ്യക്തിയെ കണ്ടിട്ട് അയാളെ നമുക്ക് അറിയില്ല എന്ന് പറയാൻ സാധിക്കുമോ? വാസ്തവമേ ഹം ജാനത്തെ ഹേ കി യഹ് വ്യക്തി മുസീബത്ത് മേ ഹേ. വാസ്തവത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇതാണ്, അയാൾ അപകടത്തിലാണ്. മുസീബത്ത് അപകടം. और इसे हमारी मदद की ज़रूरत है. മാത്രമല്ല അയാൾക്ക് നമ്മുടെ ഹെൽപ്പ് അത്യാവശ്യമാണ്. മദത് എന്ന് വെച്ചാൽ സഹായം, ഹെൽപ്പ്. ज़रूरत അത്യാവശ്യം. ये कविता मनुष्य को मनुष्य की तरह जानने की याद दिलाती है. ഈ കവിത മനുഷ്യനെ പോലെ അറിയണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. യാദ് ദിലാന എന്ന് വെച്ചാൽ ഓർമ്മിപ്പിക്കുക എന്നർത്ഥം. ഇവിടെ ഒരു തിരുത്തുണ്ട്. രണ്ടാമത് കൊടുത്തിരിക്കുന്ന രൂപമാണ് ശരിയായ രീതി. മനുഷ്യ അത് പോലെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഈ കവിത മനുഷ്യനെ പോലെ അറിയണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കവിത ലഗാതാർ നഹി ജാനനെ ഓർ ജാനനെ കാ ബയാൻ കർത്തി രഹതി ഹൈ. ഈ കവിത കണ്ടിന്യൂസ് ആയിട്ട്, തുടർച്ചയായി, ലഗാതാർ എന്നുള്ളതിൻ്റെ അർത്ഥം തുടർച്ചയായി. അപ്പം നഹി ജാനനെ ഓർ ജാനനെ കാ ബയാൻ കർത്തി ജാതി ഹൈ. കവിത ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും, ഓരോ ലൈനിലും ഒന്നുകിൽ നഹി ജാന്ന എന്ന് കാണും, അല്ലെങ്കിൽ ജാന്ന എന്ന് കാണും. അറിയില്ല എന്നോ അറിയും എന്നോ കാണുന്നു. ബയാൻ കർണ എന്ന് വെച്ചാൽ പറയുക എന്നർത്ഥം. ബയാൻ പറച്ചിൽ. ശില്പിക്ക് ഇസ് ബാരീക് കാരീഗരി കോ ദേഖേം. ശില്പഭംഗിയുടെ അതിസൂക്ഷ്മമായ ആ സൃഷ്ടി ഒന്ന് നോക്കൂ. കാരീഗരി സൃഷ്ടി, ശില്പഭംഗി, ബാരീക് അതിസൂക്ഷ്മമായ. അപ്പോൾ ശില്പഭംഗിയുടെ അതിസൂക്ഷ്മമായ ആ സൃഷ്ടി ഒന്ന് നോക്കൂ. വ മുझे नहीं जानता था, हाथ बैठाने को जानता था. हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे. അവന് എന്നെ അറിയില്ലായിരുന്നു, പക്ഷേ കൈ നീട്ടാൻ അറിയാമായിരുന്നു. ഞങ്ങൾ പരസ്പരം അറിയില്ലായിരുന്നു, പക്ഷേ ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു. ये नहीं जानना और जानना कविता में किसी लोक गीत के स्थाई की तरह बार बार लौटता है. ഈ നഹി ജാന്ന അല്ലെങ്കിൽ ജാന്ന എന്ന് പറയുന്നതായ വാക്കുകൾ കവിതയിൽ നാടൻ പാട്ടുകളിൽ സ്ഥിരമായി വരുന്ന വാക്കുകൾ പോലെ, ആവർത്തിച്ച് വരുന്ന വാക്കുകൾ പോലെ. സ്ഥായി, സ്ഥിരമായ, അല്ലെങ്കിൽ ആവർത്തിച്ച് വരുന്ന എന്നൊക്കെ അർത്ഥം. ലോക്ഗീത്, നാടൻ പാട്ട്. ഈ നാടൻ പാട്ടുകളിൽ ആവർത്തിച്ച് വരുന്ന വാക്കുകൾ പോലെ ഇവിടെ നഹി ജാന്ന, ജാന്ന എന്നിങ്ങനെ ഉള്ള പദങ്ങൾ വീണ്ടും വീണ്ടും തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ വരുന്നു. ലൗഠന തിരിച്ചു വരിക, എത്തുക, കാണപ്പെടുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. ബാർ ബാർ, വീണ്ടും വീണ്ടും. गद्य में लिखी हुई किसी कविता में लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की इस कविता में आया है, याद नहीं आ रहा. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ്, കവിതാത്മകമായ, ഗീതാത്മകമായ രീതിയിൽ ഗദ്യമേ ലിഖി ഹുയി കിസി കവിതാമേ. ഗദ്യത്തിൽ, ഇവിടെ ഈ കവിത സംഗീതാത്മകമായ രീതിയിലുള്ള കവിതയല്ല, പക്ഷേ നമുക്കിത് വായിക്കുമ്പോൾ ഒരു ഗദ്യ ശൈലിയിൽ എഴുതിയിരിക്കുന്ന കവിതയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അതാണ് പറഞ്ഞിരിക്കുന്നത്, ഗദ്യമേ ലിഖി ഹുയി കിസി കവിതാമേ. ഗദ്യരൂപത്തിൽ എഴുതിയിട്ടുള്ളതായ ഏതെങ്കിലും കവിതയിൽ ഗീതാത്മകതയുടേതായ, സാധാരണ സംഗീതാത്മകമായ കവിത എഴുതുന്ന പോലുള്ളതായ ബോധം, ആ ഒരു അവസ്ഥ. ഖൂബി കെ സാത്ത്, വളരെ നന്നായി, ഖൂബി മീൻസ് നന്നായി, വളരെ നന്നായി ഹിന്ദിയിലെ ഏതെങ്കിലും കവിതയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഓർമ്മിക്കാൻ കഴിയുന്നില്ല എന്ന് പറയാം. യാദ് നഹി ആ രഹ.
जैसे किसी गज़ल में आखिरी शेर के आखिरी शब्द श्रोताओं की जुबान पर आपसे आप आ जाते हैं, वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते थे. അതായത് ഏതെങ്കിലും ഒരു ഗസലിലെ അവസാനത്തെ ഷേർ എന്ന് പറഞ്ഞാൽ ഉറുദു കവിതകളിലെ ഈരടികളെ ആണ് ഷേർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈരടികളിലുള്ള ഗസലിലെ അവസാന വാക്കുകൾ ശ്രോതാവങ്കി ജുബാൻ പർ ആപ്സെ ആപ് ആ ജാത്തെ, ശ്രോതാക്കളുടെ നാവുകളിൽ സ്വയം വരുന്നു. അതായത് ഈ ഗസൽ ചൊല്ലുന്നതായ ആള് പാടുന്നതായ ആ ഗസലിൻ്റെ അവസാന ഭാഗത്ത് വരുന്നതായ വാക്കുകൾ ഗസൽ ഗായകൻ പാടിയില്ല എങ്കിൽ പോലും കേൾക്കുന്ന ആളുകൾ പാടുന്ന പോലെ അവസാനം സാത് സാത് ചലന എന്ന് ഗസൽ ഗായകൻ പറഞ്ഞ് നിർത്തിയാൽ തന്നെ സുന്നെ വാലെ ഖുദ് വാക്യ പൂരാ കർ ദേംഗെ, കേൾക്കുന്ന ആളുകൾ സ്വയം ആ വാക്യം പൂർത്തീകരിക്കും. ജാൻതേ ഥേ, ഇവിടെ സാത് സാത് ചലന എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനോടടുത്ത് വരേണ്ട വാക്ക് ജാൻതേ ഥേ എന്നാണെന്ന് കേൾക്കുന്ന ആളുകൾക്ക് ഗസൽ ഗായകൻ പറഞ്ഞില്ല എങ്കിൽ പോലും വ്യക്തമാകും എന്നാണ് ഇവിടെ നരേഷ് സക്സേന നമ്മളോട് ഈ ആസ്വാദന ടിപ്പണിയിൽ കൂടി പറയുന്നത്. ये कविता जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है. ഈ കവിത ജാന്ന എന്ന ശബ്ദത്തെ സംബന്ധിച്ച് നമ്മളുടെ മനസ്സിൽ ഉറച്ചിരിക്കുന്നതായ അർത്ഥം, റൂഢിഗ്രസ്ത് പരമ്പരാഗതമായി ഉള്ളതായ അർത്ഥം, അതിനെ പൂരി തരസെ ബദൽ ദേത്തി ഹെ, പൂർണ്ണമായും മാറ്റുന്നു. ബദൽ ദേന മാറ്റുക. इस कविता की पहली दो पंक्तियों में ही कवि अपनी पूरी बात कर देता है. ഈ കവിതയിലെ ആദ്യത്തെ രണ്ട് വരികളിൽ തന്നെ കവി എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യം പൂർണ്ണമായും പറയുന്നു. ശേഷ് പങ്ക്തിയാം ഉസി കഹേഗേക്കോ, ബാക്കിയുള്ളതായ വരികൾ അദ്ദേഹം പറഞ്ഞതായ ആ രണ്ട് വരികളെ ഔർ സഖൻ ഓർ ഗഹ്റാ കർത്തി ഹെ, കൂടുതൽ ഘനമുള്ളതാക്കി മാറ്റുന്നു. അല്ലെങ്കിൽ ഡീപ്പായി നമ്മളെ, ഗഹ്റ എന്ന് വെച്ചാൽ ഡീപ്പ്, ആഴമുള്ളതായ അർത്ഥം നമ്മളെ മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ബാക്കി വരികൾ. कविता का संदेश है कि दो मनुष्यों के बीच मनुष्यता का एहसास यानी മാനവീയ സംവേദന होना जरूरी है. കവിതയുടെ സന്ദേശം ഇതാണ്: രണ്ട് മനുഷ്യർക്കിടയിൽ മനുഷ്യത്വത്തിൻ്റെതായ തോന്നൽ, അഹസാസ് എന്ന് പറഞ്ഞാൽ തോന്നൽ എന്നർത്ഥം, യാനി അതായത് മാനവീയ സംവേദന, മാനുഷികപരമായ സംവേദന. ഈ രണ്ട് മനുഷ്യർക്കിടയിൽ മനുഷ്യത്വത്തിൻ്റെതായ തോന്നൽ അഥവാ മാനവീയ സംവേദന, മനുഷ്യൻ്റെ വേദനകളെ അല്ലെങ്കിൽ സങ്കടങ്ങളെ തിരിച്ചറിയാനുള്ളതായ കഴിവ്, ഇത് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ജാൻകാരിയാം ജറൂരി നെഹി, അവരെക്കുറിച്ചുള്ള മറ്റ് അറിവുകൾ നമുക്ക് ആവശ്യമില്ല. ജാൻകാരിയാം അറിവ്, ജറൂരി ആവശ്യം. അപ്പം മറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുള്ളതായ പേര്, അഡ്രസ്, ഔദ്യോഗിക സ്ഥാനം അല്ലെങ്കിൽ പദവി, അതുപോലെ തന്നെ ജാതി, വയസ്സ്, ഈ കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. കിന്തു ഈ സന്ദേശ് കവിതാമേ ഉപദേശ് കി തരഹ നഹീ ആതാ, നമ്മളോട് ഈ പറഞ്ഞിരിക്കുന്നതായ സന്ദേശം അദ്ദേഹം ഒരു ഉപദേശത്തിൻ്റെ രീതിയിലല്ല ഈ കവിതയിൽ കൂടി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. സ്വാഭാവികമായി നമ്മൾ ഈ കവിത വായിക്കുമ്പോൾ തന്നെ തിരിച്ചറിയുന്ന തരത്തിലാണ് കവി ഈ കവിതയിൽ ഈ കാര്യങ്ങൾ, ഇങ്ങനെയൊരു മെസ്സേജ് നൽകിയിരിക്കുന്നതെന്ന് പറയുകയാണ്. നമ്മളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള രീതിയിലല്ല പറഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഈ ആസ്വാദന ടിപ്പണിയും ഈ കവിതയും വ്യക്തമായി മനസ്സിലായി കാണും എന്ന് കരുതുന്നു. നമ്മുടെ ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം എന്ന യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുള്ളതായ വർക്ക്ഷീറ്റുകളുടെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് മുകളിൽ വലതുഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വർക്ക്ഷീറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ചാനൽ ആദ്യമായി കാണുകയാണ് എങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയതായി ഇതിൽ കൊടുക്കുന്നതായ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം.